ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ന്യൂ ബോൺ ബേബീസിൻ്റെ പേരൻസും വീട്ടുകാരും ഒരുപോലെ വിഷമിക്കുന്ന ഒരു കാര്യമാണ് ഡയപ്പർ എങ്ങനെ ഡിസ്പോസ് ചെയ്ത് കളയുമെന്നത്. ഇതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ശ്രദ്ധിക്കണേ. ആരെയും ഉപദ്രവിക്കാതെ തന്നെ വീട്ടിൽ തന്നെ ഇത്തരം ഡയപ്പറുകളൊക്കെ നമുക്ക് നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇത്തരം ഡയപ്പറുകൾക്ക് പകരം റീയൂസബിൾ ആയിട്ടുള്ള ഡയപ്പറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. തുണി കൊണ്ടുള്ള ഡയപ്പറാണിവ. എൻ്റെ കുഞ്ഞിന് 2 മാസം തൊട്ട് 1.5 വയസ്സ് വരെ ഞാൻ ഈ റീയൂസബിൾ ഡയപ്പറാണ് യൂസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് വാഷ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാം. ഒപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഡയപ്പർ റാഷസും ഈ റീയൂസബിൾ ഡയപ്പറിലൂടെ വരില്ല. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പല വിലയ്ക്ക് ഇത്തരത്തിലുള്ള ഡയപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഏറ്റവും നല്ല സൂപ്പർ ബോട്ടമാട്ടോ. ഞാൻ എൻ്റെ കുഞ്ഞിന് സൂപ്പർ ബോട്ടമാണ് ഉപയോഗിച്ചത്. യാതൊരു തരത്തിലുള്ള റാഷസും ഇല്ല. നമുക്ക് ഈവൻ പുറത്തു പോകുമ്പോൾ പോലും കുഞ്ഞുങ്ങളെ ഇത് ഉപയോഗിക്കാം. കാരണം യാതൊരു തരത്തിലുള്ള ലീക്കേജും ഉണ്ടാകില്ല. കുഞ്ഞുങ്ങൾ 1-2 പ്രാവശ്യം മൂത്രം ഒഴിച്ചാൽ പോലും യാതൊരു തരത്തിലുള്ള നനവുമില്ലാതെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ റീയൂസബിൾ ഡയപ്പറിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതിൻ്റെ ഉള്ളിൽ തുണി ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഹോളുണ്ട്. അതിലേക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച് പഴകിയ മുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാരിയോ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഹോളിൽ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം കംഫർട്ട് ആയിട്ട് അതിരുന്നോളും. ഇതുമൂലം കുഞ്ഞുങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. കാരണം എൻ്റെ കുഞ്ഞിന് ഈ ഒരു വർഷം 1.5 വർഷം മുഴുവനും ഞാൻ ഈ റീയൂസബിൾ ഡയപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഡയപ്പർ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം സുരക്ഷിതമായിരിക്കും. കുഞ്ഞുങ്ങൾ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ അവർ പല പ്രാവശ്യങ്ങളിൽ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീഴുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളിൽ നിന്നും മുറിവിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുവാനായിട്ട് ഈ ഡയപ്പറിന് സാധിക്കും. പ്ലാസ്റ്റിക് ഡയപ്പറുകൾ നമ്മൾ എന്തുമാത്രം കത്തിക്കാൻ നോക്കിയാലും കത്താതിരിക്കാനുള്ള പ്രധാന കാരണം അതിൻ്റെ ഉള്ളിലെ ജെല്ലാണ്. അപ്പോൾ ഈ ജെല്ല് നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. ഇതിനു വേണ്ടി നമ്മൾ ഈ ഡയപ്പർ 2 സൈഡും മുറിച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു കത്രിക വെച്ചോ അല്ലെങ്കിൽ ബ്ലേഡ് വെച്ചോ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ആ ജെല്ലൊക്കെ നമുക്ക് പുറത്തെടുക്കാവുന്നതാണ്. ഒരു ബക്കറ്റിൻ്റെ അകത്ത് കുറച്ച് വെള്ളം എടുത്ത് അല്പം ഉപ്പും കൂടിയും ചേർത്ത് അതിൻ്റെ അകത്തേക്ക് ഈ ജെല്ല് ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അലിത്തുപോകും. അങ്ങനെ ഈ പ്ലാസ്റ്റിക്കിൽ നിന്ന് നമ്മൾ ജെല്ല് മുഴുവൻ റിമൂവ് ചെയ്തതിന് ശേഷം പ്ലാസ്റ്റിക് സാധാരണ നമ്മുടെ തുണി കഴുകൂലേ അതുപോലെ നന്നായിട്ടൊന്ന് സോപ്പിട്ട് കഴുകി വെയിലത്തിട്ട് നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ നല്ല ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കിയ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വരുന്ന പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നതിൻ്റെ കൂട്ടത്തിൽ കൊടുത്താൽ ചില സ്ഥലങ്ങളിലൊക്കെ അത് എടുക്കുന്നതാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് എടുക്കില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് സാധാരണ നമ്മുടെ വേസ്റ്റ് കത്തിക്കുന്ന കൂടത്തിൽ കത്തിച്ചാൽ വളരെ എളുപ്പത്തിൽ കത്തിപ്പോകുന്നതാണ്. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഡയപ്പറൊക്കെ നശിപ്പിച്ച് കളയാൻ സാധിക്കുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ഒപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നതിനും ശ്രദ്ധിക്കണേ. താങ്ക്